കാട്ടിൽ കഴിഞ്ഞുകൂടിയ നമ്മുടെ പൂർവികന്മാർ കാനനവാസം സൗഖ്യപ്രദമാക്കാൻ മനമറിഞ്ഞാരാധിച്ച് പ്രീതിപ്പെടുത്തിയ അനേകം പ്രപഞ്ചശക്തികളുടെ നാടുകൂടിയാണ് നമ്മുടെ കേരളം. കാനനവാസവും കാർഷിക വൃത്തിയും ഭാഗികമായെങ്കിലും കളമൊഴിഞ്ഞു പോയിട്ടും തലമുറകളിലൂടെ നേടിവെച്ച വിശ്വാസ പ്രമാണങ്ങൾ ഓരോന്നും ഇന്നും കൂടെ കൊണ്ടു നടക്കുന്ന ഉത്തര കേരളീയൻ്റെ ആരാധനാപാത്രങ്ങളായി അനേകം വനദൈവങ്ങളും കാവുകളുമുണ്ട്. അത്തരത്തിലൊരു തെയ്യക്കാവാണ് ഇന്ന് നമ്മുടെ കാഴ്ചകളും കഥകളും. നീലി എന്ന സുന്ദരിയും ബുദ്ധിമതിയുമായിട്ടുള്ള ഒരു സ്ത്രീ നാടുവാഴിയാൽ കൊല്ലപ്പെട്ട് രക്തദാഹിയായ രക്ഷസായി മാറുന്നു. പിന്നീട് സ്നേഹമയിയായ അമ്മയുടെ രൂപം പ്രാപിച്ച് കാളകെട്ടില്ലത്തിലെ തന്ത്രി കൊട്ടിയൂരിൽ നിന്നും മടങ്ങുമ്പോൾ ഒപ്പം പോരുകയും മാങ്ങാട്ടുപറമ്പിലെ നരിയും പശുവും ഒന്നിച്ചു മേയുന്ന കാട്ടിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നതുമായാണ് നീലിയാർ ഭഗവതിയും നീലിയാർ കോട്ടവുമായുള്ള ഐതിഹ്യം. വടക്കേ മലബാറിൽ നീലിയമ്മയിലെ നീലി എന്ന പേര് യക്ഷിക്കഥകളിൽ ഉള്ളതുകൊണ്ടും ഉച്ചനീചത്വത്തിൻ്റെ കഥകൾക്കുള്ള പ്രചാരം കൊണ്ടും കൂടുതലും പ്രചരിച്ചത് നീലി യക്ഷിക്കഥകളിലെ നായികയായിട്ടാണ്. നീലിയുടെ കഥക്ക് പഴശ്ശി ഭരണത്തോളം തന്നെ പഴക്കമുണ്ട്. പടയോട്ടക്കാലത്ത് മനുഷ്യബലി നൽകുന്ന ചരിത്രകാലത്തിനും ഇതിൽ പങ്കുണ്ടെന്ന് മനസ്സിലാക്കാം. പഴശ്ശിയുടെ പടയോട്ടങ്ങൾക്ക് ഇങ്ങനെ ബലിയർപ്പിച്ചിരുന്നത് മണത്തണയുള്ള കാളീദേവിക്കായിരുന്നു. രുധിരവും മാംസവും ഇല്ലാത്ത കാലത്തിൽ കാളീദേവി കോപാകുലയായി. തുടർന്ന് വഴിയാത്രക്കാരെയും നാട്ടുകാരെയും ഉപദ്രവിക്കുന്ന നീലിയിലേക്കെത്തി. തുടർന്ന് സമീപത്തെ വൈകുണ്ഠം ക്ഷേത്രക്കുളത്തിൽ വരുന്നവരെ ആക്രമിക്കുന്നത് പതിവാക്കി. കുളത്തിൽ കുളിക്കാൻ വരുന്നവർക്ക് മുന്നിൽ താളിയും എണ്ണയും നൽകി വശീകരിച്ച് അവരെ കൊലപ്പെടുത്തിയ ശേഷം രക്തം പാനം ചെയ്ത് ദാഹം ശമിപ്പിക്കുമായിരുന്നു. ആ ഇടയ്ക്കാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സാക്ഷാൽ കാളകെട്ടില്ലത്ത് തന്ത്രി ആ വഴി വരുന്നത്. സന്ധ്യാവന്ദനത്തിന് കുളത്തിലിറങ്ങിയ തന്ത്രിക്ക് സമീപം വേഷം മാറിയ കാളി പതിവ് പോലെ താളിയും എണ്ണയുമായി തന്ത്രിയെ സമീപിച്ചു. കഥകളൊക്കെ അറിയാവുന്ന തന്ത്രി കാര്യം തിരിച്ചറിഞ്ഞു. എണ്ണയും താളിയും കൈനീട്ടി വാങ്ങിച്ചു. എൻ്റെ അമ്മ തന്നത് അമൃത് തന്നെ എന്നും പറഞ്ഞ് അത് കുടിച്ചു. അമ്മ എന്ന വിളിയിൽ കാളിയമ്മ സംതൃപ്തയാവുകയും ഉള്ളിലെ സംഹാരഭാവം മാതൃത്വത്തിൻ്റെ ഊഷ്മളതയിലേക്ക് മാറി തന്ത്രിയെ അനുഗ്രഹിച്ച ദേവി പറഞ്ഞു, നിന്റെ യാത്രയിൽ ഇനി ഞാനുമുണ്ട്. പടിഞ്ഞാറോട്ട് പോയാൽ നരിയും പശുവും മൈത്രീഭാവത്തിൽ കഴിയുന്ന ഒരു ദേശമുണ്ട്. അവിടെ ഞാനിരിക്കാം. ദേവിയെ നമസ്കരിച്ച തന്ത്രി അതിവേഗം യാത്രക്കൊരുങ്ങി. ഉടൻ തന്നെ തന്ത്രിയുടെ മുന്നിൽ ഒരു ത്രിശൂലം പ്രത്യക്ഷപ്പെട്ടു. ദേവി ചൈതന്യമുള്ള ആ ശൂലം തന്ത്രിക്ക് മുന്നിൽ നിന്നും ചലിക്കാൻ തുടങ്ങി. തന്ത്രി ശൂലവും കയ്യിലേറ്റി പടിഞ്ഞാറോട്ട് നടന്നു. ഒടുവിൽ ഇന്നത്തെ ധർമ്മശാലക്കടുത്ത് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാട്ടിലാണ് എത്തിപ്പെട്ടത്. പിന്നീട് പോകാനൊരുങ്ങിയപ്പോൾ ത്രിശൂലം മണ്ണിലുറച്ചതായി മനസ്സിലാവുകയും സംശയദൃഷ്ടിയോടെ ചുറ്റുപാടും പരിശോധിച്ചപ്പോൾ ദേവി പറഞ്ഞ നരിയും പശുവും ഒന്നിച്ചു മെയ്യുന്ന കാടാണിതെന്ന് മനസ്സിലാവുകയും ദേവിയെ അവിടെ കുടിയിരുത്തി പൂജിക്കുകയുമായിരുന്നു. അതാണ് ഇന്ന് നിരവധി പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ളവർ വന്നു തൊഴുന്ന, പ്രത്യേകിച്ചും സന്താന സൗഭാഗ്യത്തിന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കണ്ണൂരിലെ ധർമ്മശാല 5-ാം പീടിക റോഡിൽ ഒഴക്രോം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നീലിയാർ ഭഗവതി കോട്ടം. വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മുമ്പിൽ കേട്ടറിഞ്ഞ് വന്നു കോലത്തീയാർകൊട്ടും വേദമായിട്ട് വന്ന് കയ്യെടുത്തമ്മയെ കണ്ടില്ലേ? സർവഗുണങ്ങളും സർവേശ്വരിതരാൻ ഇല്ലേ? കടിങ്ങനെന്ന പ്രകാരത്തിങ്കൽ നിങ്ങൾ ചോദിക്കുന്ന വരം തരാൻ കഴിവുള്ള കാമതേനു ഞാൻ. എനിക്ക് മുകളിൽ ദേവനില്ല ദേവിയുമില്ല, സർവ്വതും ഞാൻ തന്നെയാണ് പ്രപഞ്ചവും.